ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച. ഇന്നലെ മോൾ ബോളിലെ ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ പതൊക്കെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്തിട്ട് തിരിച്ച് സെബൂല തന്നെയാണ് പോകേണ്ടത്. സെബൂല നമ്മൾ താമസിച്ച ഹോട്ടൽ തന്നെ വീണ്ടും ഇന്ന് നൈറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വന്നിട്ട് അവിടെ നിന്ന് അടുത്ത ഒരു ഐലൻഡിലേക്ക് പോവാണ്. എന്നിട്ട് നാളെ കഴിഞ്ഞ് തിരിച്ച് വരും. നാളെ കഴിഞ്ഞ് ശനിയാഴ്ച വീണ്ടും സെബു, ഞായറാഴ്ച തിരിച്ച് ഇന്ത്യയിലേക്ക് മടക്കാം. അങ്ങനെ നമ്മൾ മോൾ ബോളിനോട് വിട പറയുകയാണ്. മോൾ ബോൾ കഴിഞ്ഞ് നേരെ തിരിച്ച് സെബുവിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ഓൺ ദ വേയിൽ ഒരു വാട്ടർഫോൾ ഉണ്ട്, ലുസാനോ ഫോള്, ലുസാനോ വാട്ടർഫോൾ ഓൺ ദ വേയിൽ ഉണ്ട്. അതിവിടെ കണ്ടിട്ട് നേരെ സെബുവിലേക്ക് തന്നെ തിരിച്ച് പോകണം. ഉച്ചയോടുകൂടി ചെന്ന് അവിടെ നമ്മൾ നേരത്തെ താമസിച്ച ഹോട്ടലിൽ തന്നെ ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റൂം അവിടെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാ അവിടെ പോയി നോക്കാമല്ലോ. അവിടെ വെള്ളം കഴിക്കും. തപ്പിക്കൊണ്ടിരിക്കുന്നു. ബൈക്ക് വ്യക്തികളും ഒക്കെ ഉണ്ട്. പോലെയൊക്കെയാണ് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇത് ബീഫിൻ്റെ ഉണ്ട് സാധനമാണ്. ബീഫ് വലുതായിട്ടിട്ട് പുഴുങ്ങുക, എന്നിട്ട് സൂപ്പ് പോലെ ആക്കുക. ഇതിനകത്തൊക്കെ ഫിഷ് സൂപ്പായിരുന്നു. ഫിഷ് സൂപ്പ് രാവിലെ കഴിക്കാനൊരു മൂടില്ല. അപ്പോൾ നമ്മൾ പോർക്ക് ഡംപ്ലിങ് പറഞ്ഞു. ഇതിനകത്ത് പോർക്ക് ഡംപ്ലിങ് ആണ്. പിന്നെ ഇവിടെ നിന്നുള്ള ബോയിൽഡ് എഗ്ഗ് പറഞ്ഞിട്ടുണ്ട്, റോള് പറഞ്ഞിട്ടുണ്ട്. ഇതിൽക്കൂട്ട് വേറെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാം. അപ്പം അത്ര സാധനം കഴിക്കുമ്പോഴത്തേക്ക് തൽക്കാലം വിശപ്പെടാൻ നേരത്തെ ഒരു ഏർലി ലഞ്ച് കൂടെ കഴിച്ചാൽ മതി. കുഴപ്പമില്ല, നല്ലൊരു ഫുഡിൻ്റെ ജോയിൻ്റാണ്. മോണ്ടി തേഴ്സ്ഡേ, വ്യാഴമൊക്കെ ആയതുകൊണ്ട് അവധി ആയതുകൊണ്ട് ധാരാളം ലോക്കൽ സൈക്ലിസ്റ്റുകളൊക്കെ ഉണ്ട്. സൈക്ലിസ്റ്റുകളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇവിടെ സൈക്ലിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൾച്ചറാണ്. ഇഷ്ടംപോലെ സ്ഥലത്ത് ആൾക്കാർ സൈക്കിൾ ഓടിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ട്രഡീഷണൽ ഇവിടുത്തെ കൈൻഡ് ഓഫ് ഇതാണ്. മുട്ടയുണ്ട്, ബീഫുണ്ട്, ചിക്കൻ അല്ലല്ലോ, ചിക്കനുണ്ട്, പിന്നെ പോർക്കും ഉണ്ടല്ലേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ വണ്ടി എടുക്കാൻ പോവാണ്. കുഴപ്പമില്ല, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത്ര സാധനത്തിനെല്ലാം കൂടെ 340 പെസോസ്. അപ്പോൾ എത്രയായി? 340 എന്ന് പറയുമ്പോൾ 550 രൂപയ്ക്കുള്ളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടി വിടാം. ദുബൈയുടെ ഭയങ്കര പരസ്യമാണ്. വാഴയും തെങ്ങും ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ ഒരു നാടൻ പ്രതീതിയാണ്, നാട്ടിൽ കൂടെ പോകുന്നൊരു പ്രതീതിയാണ്. ഇവിടെ റോഡ് സൈഡിൽ ധാരാളം ചെറിയ ചെറിയ ഫ്ലാഗ് പോലൊക്കെ വെച്ചിട്ടുണ്ട്. പോസ്റ്റിൽ ഇങ്ങനെ പോസ്റ്ററുകളും ചെറിയ ഹാങ്ങിങ് ബാനറുകളൊക്കെ ഈ
പോസ്റ്റ് കാർഡിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇവിടെ ഏതോ പള്ളിയിലെ പെരുന്നാളാന്ന് തോന്നുന്നു. പെരുന്നാളിനനുബന്ധിച്ചുള്ള അലങ്കാരമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് ഈ ലെഫ്റ്റാണ് വാട്ടർഫോൾ, ലുസ്നോ ഫോൾസ്. നല്ല വഴിയാണ് ശരിക്കല്ലേ, അതിന് വണ്ടിയൊന്നുമില്ലല്ലോ. ഇവിടെയാണോ? ഐ മീൻ ഇവിടെ പുറത്തോട്ട് പോകണം. അവിടെ പോയി തിരക്കണം, തിരിച്ചു വന്നിട്ട് പോയി നോക്കായിരിക്കില്ലേ. 800 മീറ്റേഴ്സ് എഴുതിയേക്കാം ഫോൾസിലേക്കുള്ള ചെറിയൊരു ഗ്രാമപാതയല്ലേ. കോൺക്രീറ്റ് റോഡാണ്, കുഴപ്പമില്ല. ചെറിയ വഴിയാണെങ്കിൽ കോൺക്രീറ്റ്. ഹലോ, ഇതന്നെ ONG ഫോൾസ് വേറെയാണ്. 400 മീറ്റേഴ്സ് പോകണം. ഇത് 350 മീറ്റേഴ്സ്. അടുത്ത ചിലപ്പോൾ വേറെ ഫോൾസും കാണാം. അവിടെയാണ് തോന്നല്ലേ, കൂട്ടൊക്കെ ഇരിക്കും. ചെറിയ വഴിയ മോട്ടോർ സൈക്കിളാണെങ്കിൽ ഇച്ചിരി ഗിയറുണ്ടല്ലോ. പിന്നെ ഗിയറില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം. നമുക്ക് ന്യൂട്രലിൽ പോകണ ഒരു ഫീലാണ്. കുഴപ്പമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. അത്ര ഫേമസ് ആയിട്ടുള്ള വാട്ടർഫോളൊന്നും അല്ല. നിങ്ങളോട് ചോദിച്ചാൽ ഇവിടം വരെയായി. ഹലോ, വാട്ടർഫോൾ ഹിയർ? ദിസ് വേ, താങ്ക് യു. ഹലോ, വാട്ടർഫോൾ? ദിസ് വേ, മോട്ടോ ക്യാൻ ഗോ? ഓക്കെ. ഇതങ്ങനെ നടക്കുകയായിരിക്കുമല്ലോ താഴോട്ട്. ഇനി ഇറങ്ങി എന്നാലും വണ്ടി പോകത്തില്ല. ചോദിച്ചാലോ. പട്ടി ഉണ്ടോ? വീട്ടിൽ പട്ടിയുണ്ട്. ഹലോ, വാട്ടർഫോൾ ദിസ് വേ? ഹിയർ? ഹിയർ ഓർ ഹിയർ? ഹിയർ ഓക്കെ. താങ്ക്സ്. ഇവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്തു. ഇനി താഴോട്ട് ഇച്ചിരി നടന്നു പോകാനുള്ള വഴി. സ്കൂട്ടർ ലെവലാൻ ഇച്ചിരി കത്തിയാൽ. അപ്പോൾ താഴോട്ട് ഇച്ചിരി നടന്നാലാണ് വാട്ടർഫോള്. ആരും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ അത്ര ഫേമസ് ആയിട്ടുള്ള വാട്ടർഫോളൊന്നും ആണെന്ന് തോന്നുന്നില്ല. ചെറിയൊരു സ്ട്രീമൊക്കെ ക്രോസ് ചെയ്താണ് നമ്മൾ വാട്ടർഫോളിൽ അങ്ങോട്ട് നടക്കുന്നത്. കാല് ഷൂ വെക്കാൻ തോന്നിയില്ല. ഒരു കാല് നനഞ്ഞു, ഒരു ഷൂവിനകത്ത്. വാട്ടർ പ്രൂഫ് ഷൂ ആയതുകൊണ്ട് വെള്ളം കയറിയാൽ പിന്നെ പണിയാണ്. അവിടെ നിന്നൊരു പയ്യൻ നമ്മുടെ കൂടെ വന്നായിരുന്നു. സ്കൂട്ടർ വെച്ച സ്ഥലത്തു നിന്ന് ചെറിയ ലോക്കൽ ഗൈഡ് പോലെ അവനെല്ലാം കിട്ടുമല്ലോ. നന്നായി. അതുകൊണ്ട് കറക്റ്റായിട്ട് അവൻ ട്രെയിൽ കാണിച്ചു തന്നു. മുകളിലോട്ട് പോവാണ് വാട്ടർഫോളിൽ അങ്ങോട്ട്. ഷൂ ഒന്ന് ഉണക്കിയെടുക്കണം. തിരിച്ച് ചെന്നിട്ടാട്ടെ. അകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. വാട്ടർഫോൾ മുകളിലാണ്. പൊട്ടിയോടി. ചെരുപ്പൊക്കെ സ്ലിപ്പാവുന്നുണ്ട്. അതുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് നടക്കാം. ചെള്ളയടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെരുപ്പെന്നൊക്കെ ചെളി വരാൻ തുടങ്ങി. എൻ്റെ പേരെന്നായിരുന്നു? ലുസ്നോ ഫോളാണ്. ലുസ്നോ ഫോളിൻ്റെ ഒരു ദൃശ്യമാണ് ഇവിടുന്ന് കാണുന്നത്. ഇറങ്ങി വരുന്ന വഴി ഇച്ചിരി കത്തിയായിരുന്നു. ചെള്ളയും സ്ലിപ്പറിയൊക്കെ ആയിരുന്നു. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത ഒരു പ്രകാരത്തിൽ ഇറങ്ങി. ഇവിടെ ശരിക്കും കുളിക്കാൻ പറ്റിയതല്ലേ? അല്ലടി, കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല ഷാലോ ഇതല്ലേ. അതൊക്കെ ചെന്നല്ലേ നല്ലതായിട്ട്. നല്ല വെള്ളം. സ്വിച്ച് മുമ്പോട്ട് കയറിക്കുവാണെങ്കിൽ നല്ല വെള്ളത്തിൽ ചെന്നാതെ പോണേ. നല്ലതായിട്ട് ഉറച്ച് കഴിയും. കാലിലെല്ലാം ചെള്ളയല്ല. ചെരുപ്പൊന്നും ചെള്ള പറ്റിയത്. ചെരുപ്പ് സ്ലിപ്പറിയായിരുന്നു.
ഔട്ട്ഡോറിന് വരാൻ പറ്റിയൊരു കല്ലുകൾ ഹെൽമെറ്റ് വെച്ച്. അപ്പോൾ നമ്മളിങ്ങനെയാണ് തിരിച്ച് കയറാൻ പോകുന്നത്. ഹെൽമെറ്റ് അങ്ങ് വെച്ചു, അല്ല പിന്നെ ഒരു കയ്യിൽ ഹെൽമെറ്റ് നോക്കിക്കൊണ്ട് ഇറങ്ങാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഇച്ചിരി സ്റ്റീപ്പാണ് സ്ഥലം. നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയൊക്കെ മുകളിലായതുകൊണ്ട് കയറുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ചില്ലെങ്കിൽ ഒന്നാമത് ആ കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ പണിയാവും. കാലിൻ്റെ തള്ളവരലിലെ ലെഫ്റ്റ് ലെഗിന് പ്രശ്നമായതുകൊണ്ട് അവിടെ പ്രഷർ കൊടുക്കാനും മേല. അവിടെ പ്രഷർ കൊടുത്താൽ പണി കിട്ടും. എയർലൈൻ ക്രാക്ക് വീണ്ടും ജോയിൻ്റ് ആയതൊക്കെ പോയി കിട്ടും. അതുകൊണ്ട് പതുക്കെ സൂക്ഷിച്ച് കയറാം. ഒരു ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്. വെള്ളത്തിൽ ചവിട്ടി നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വന്നപ്പം ക്യാമറ തലയിലല്ലാഞ്ഞുകൊണ്ട് ഹെൽമെറ്റ് തലയിൽ വെക്കാഞ്ഞുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. ഇതാണ് ആ സ്ഥലം. ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കാല് നനഞ്ഞു, ഒരു കാല് നനഞ്ഞില്ല. അപ്പോൾ ഒരു സ്റ്റെപ്പ് വെക്കേണ്ടി വരും വെള്ളത്തിൽ വീണ്ടും. അപ്പോൾ നനഞ്ഞ കാല് തന്നെ വീണ്ടും വെള്ളത്തിൽ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഒരു കാലെങ്കിലും ഡ്രൈ ആയിട്ടിരിക്കും. ഓക്കെ, വെയിറ്റ് you come this way. Wait, one moment. Give me this. Yeah. അടുത്ത് കയറിയോ? എന്നാലും കുഴപ്പമില്ല, അത് വാട്ടർ പ്രൂഫിൽ പൊക്കോളും. ആ വാട്ടർ മുകളിൽ കൂടെ എൻ്റർ ആയാലേ പ്രശ്നമുള്ളൂ. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് സൈഡിൽ നിന്ന് എൻ്റർ ആയാൽ വലിയ കുഴപ്പമില്ല. ദാറ്റ് ഐ ക്യാൻ മാനേജ്. പയ്യൻ്റെ ഇരുന്ന ഊന്നുവടി മേടിച്ചു. അത് ഇച്ചിരി കംഫർട്ടബിളായിട്ട് നടക്കാം. അങ്ങനെ തിരിച്ചെത്താറായി. അതായിരുന്നു ഫോൾസ് വ്യൂ. രാവിലെ ഒരു 3/4 മണിക്കൂർ ഫോൾസിന് വേണ്ടി ചിലവഴിച്ചു. ഇനിയിപ്പോൾ നേരെ സെബു പോകാൻ മതി. ചെക്കിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ചെല്ലാൻ പറ്റുമായിരിക്കും. നേരത്തെ അല്ലായിരിക്കും, കാരണം മണി 10 ആയതേ ഉള്ളൂ. 10 ആയില്ല, 9:45. അപ്പം ഇവിടുന്ന് 2.5 മണിക്കൂർ മതിയായിരിക്കും. 12:30 2 മണിയാണ് ചെക്കിൻ. അപ്പം 1 hour early ചെക്കിൻ കിട്ടിയാൽ നേരെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഫ്രഷായി നട്ടുച്ചയ്ക്ക് 1 മണിക്കൂർ വേണേ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വീണ്ടും സെബുവിലേക്ക് ഇറങ്ങിയാൽ മതി. ലോക്കൽ കാണാനുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബ് കഴിഞ്ഞു. തിരിച്ചിനി വണ്ടി വെച്ച സ്ഥലത്തേക്ക് പോയാൽ മതി. ഫ്രീ കയറ്റമുണ്ട്, കുഴപ്പമില്ല. ഇത് പിന്നെ അത്ര സ്ലിപ്പറി എല്ലാം ഉണ്ട്, കഴിക്കാൻ കയറാം. എന്തൊക്കെ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. നിലമൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട്. എന്തോ കൃഷി വിതയ്ക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. വിജയകരമായി ആ ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ച് സ്കൂട്ടർ വെച്ച സ്ഥലത്തെത്തി. ഇപ്പം അതൊക്കെ ഒന്ന് റെഡിയായി ഇവിടെ നിന്ന് പോയേക്കാം. കാലയിലൊക്കെ ചെള്ളയുണ്ട്. നമ്മുടെ പയ്യൻ ഏതായാലും കുഴപ്പമില്ല, അവന് ബക്കറ്റിൽ ചില വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് സെബു റോഡ് ലക്ഷ്യമാക്കി ആ വന്ന ട്രെയിൻ ചെറിയ വഴി കൂടെ പുറത്തേക്ക് ഇറങ്ങാം. കയറി എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ചിലപ്പോൾ പകുതിക്ക് നിന്ന് പോകും. ആളുണ്ടെങ്കിൽ നോക്കാം. ആ വാട്ടർഫോളിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നോക്കിയപ്പോഴും ടിക്കറ്റ് കൗണ്ടർ ഒന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും തിരിച്ചു വന്ന് നോക്കിയപ്പോഴും ആരും ഇല്ല. എല്ലാം കുടിക്കണം, ജ്യൂസ് എല്ലാം വേണം. ഹലോ, സെബു. ആ, യാ, ഓക്കെ, താങ്ക് യു. ഈ വഴിയാണ് നമ്മൾ പോയത്. ഐ തിങ്ക് സോ.
കുറച്ച് പെടുത്തില്ല. ആ റോഡ് ഇതായിരിക്കും. ഡിസ്റ്റൻസ് 2 കിലോമീറ്റർ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ കറക്കൊണ്ട് വന്നായിരിക്കും. ഉണ്ടോ? അതാണ് മെയിൻ വഴി. നല്ല ചൂടാണ്. 1 മണിക്കൂറോളം ഓടിച്ചു. ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തി. ഇവിടെ കരിക്കുണ്ട്. 35 പെസോ. നല്ല വലിയ കരിക്കാണ്. അതിൽ പലയിടത്തും പല റേറ്റാണ്. പച്ചക്കരിക്കിന് കഴിഞ്ഞ തവണ കുടിച്ചെടുത്ത് ചിലയിടത്ത് 50 ആയിരുന്നു, ചിലയിടത്ത് 60 ഒക്കെ ഉണ്ട്. ഇതിപ്പം 35 ഒരെണ്ണത്തിന് പറയുന്നത്. വലിയ സിറ്റി അല്ലാത്തതുകൊണ്ട് വില കുറവായിരിക്കും. റെഡി ഫോർ കരിക്ക്. നല്ല മധുരമുള്ള കരിക്കാണ്. അപ്പോൾ ക്ഷീണം അങ്ങ് മാറും. ഇനിയും പോകണം ഒരു 36 കിലോമീറ്ററൂടെ ഹോട്ടലിലേക്ക്. 1 മണിക്കൂർ ഇല്ലറി എടുക്കും. രണ്ട് കാലഘട്ടത്തിലെ വണ്ടികളാണ് പോണത്. പഴയ ഒരു ബീറ്റിൽ പോകണം. നല്ല സൗണ്ടൊക്കെ ഉണ്ട്. റീസ്റ്റോറൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുന്നുണ്ട്. അതായത് ഫ്രണ്ടിൽ ഒരു മോഡേൺ ചൈനീസ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചൈനീസ് കാറും പോണുണ്ട്. വ്യാഴാഴ്ച ആയതുകൊണ്ട് കടയെല്ലാം അടവാണ്. ഇതെന്താണ്? ഒരു കൺവേർട്ടബിൾ കാറാന്ന് തോന്നുന്നു. ലോങ് വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് എടുത്താന്ന് തോന്നുന്നു. പാർക്കിങ് പോലും ആരുമില്ല അല്ലേ? എല്ലാവരും ഹോളിഡേ ഫീലാക്കി. അങ്ങനെ നമ്മൾ എത്തിപ്പോയി ഗൈസ്. വീണ്ടും വൺ സെൻട്രൽ ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലേക്ക് എത്തിക്കാം. പാർക്കിംഗ് ഏരിയ വരെ കാലിയാണ്. മോണ്ടി തേഴ്സ്ഡേ എഫക്റ്റാണ്. അങ്ങനെ ഏതായാലും കാര്യം 3-4 ദിവസം ഈ ഹോട്ടലിൽ താമസിച്ചെങ്കിലും ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഇതുവരെ ഇറങ്ങാൻ പറ്റില്ല, തിരക്കൊക്കെ കാരണം. ഇന്നിപ്പോൾ വൈകുന്നേരം സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 1/2 മണിക്കൂർ സ്വിമ്മിങ്ങിനൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്തു. അപ്പോൾ ഈ ഫിലിപ്പീൻസിൽ കൂടെയുള്ള യാത്രയൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വൈകുന്നേരം ചുമ്മാ ഒരു കാഴ്ചകൾ, ലോക്കൽ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങിയതാണ്. ഫോർട്ട് സാൻ പെഡ്രോ. ഫോർട്ട് സാൻ പെഡ്രോ എന്നുള്ളൊരു ഫോർട്ടിലേക്കാണ് വന്നേക്കുന്നത്. ഇന്നിവിടെ പെസഹ വ്യാഴാഴ്ച കൊണ്ട് വന്ന വഴിക്ക് കടകളൊക്കെ അടവായിരുന്നു. റോഡൊക്കെ ഓൾമോസ്റ്റ് കാലിയായിരുന്നു. ഇതാണ് ഫോർട്ട് സാൻ പെഡ്രോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഗൂഗിളിലൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. കാരണം ഇതും ദുഃഖ വെള്ളിയാഴ്ച പെസഹ വ്യാഴാഴ്ച അവധിയാണ്. അപ്പം അകത്ത് കയറാൻ പറ്റത്തില്ല, പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ പറ്റുള്ളൂ. ഇതവിടെ നോട്ടീസ് പോലെ ആ വൈറ്റ് കളറിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നും നാളെ അവധിയാണ്. ഇനിയിപ്പോൾ സാറ്റർഡേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വന്നത് വൃതാവിലായി. പുറത്തോടൊക്കെ നടന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. സാൻ പെഡ്രോ ഫോർട്ടിൻ്റെ പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകേണ്ടി വരും. നാളെയും കൂടെ അവധിയാണ്. അപ്പോൾ ശനിയാഴ്ച വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ അടുത്ത ഐലൻഡിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ശനിയാഴ്ച ഈവനിങ് ആവും. പിന്നെ സൺഡേ തിരിച്ചു പോകണം. സൺഡേ രാവിലെ 8 മണിക്ക് ഇത് വന്ന് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആരുടെയാണ് എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. മിഗേൽ ലോപ്പസ് ഡേ
ലെഗാസ്പി അങ്ങനെയാണ് എഴുതിയേക്കുന്നതിനകത്ത്. അതിൻ്റെ അയാളുടെ പ്രതിമയാണെന്ന് തോന്നുന്നു. ഒരു പുള്ളി അവിടെ നിന്നോ പടം വരയ്ക്കുന്നുണ്ട്. കുറേ ബെഞ്ചുകളും പിന്നെ ചെറിയ ചിൽഡ്രൻസ് പ്ലേ ഏരിയ പോലെ പാർക്കുകളും ഒക്കെ ഉണ്ട്. മെമ്മറിയിലെ ചെറിയൊരു നടപ്പാത, വൈകുന്നേരം ഈവനിങ് വാക്കിനൊക്കെ ആൾക്കാർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പ്ലാസ ഇൻഡിപെൻഡൻസിയ, സെബു സിറ്റി, ഫിലിപ്പീൻസ്. പ്ലാസ ഇൻഡിപെൻഡൻസിയ ഇൻഡിപെൻഡൻസ് ഡേ പാർക്ക് വല്ലതും അപ്പോൾ അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്നുള്ള കാഴ്ചയൊക്കെ നടക്കുള്ളൂ. സാറ്റർഡേ മിക്കവാറും വരവ് നടക്കുകയില്ല. അപ്പോൾ അത് കാരണം തൽക്കാലം പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാം. Monumento ni Miguel López Vegas. ഇതാണ് ഹെറിറ്റേജ് ഓഫ് സെബു മോണ്യുമെൻറ്റ്. സെബു ഹെറിറ്റേജ് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു മോണ്യുമെൻ്റ് എന്നുള്ള ഉള്ളൂ. മോഡേൺ മോണ്യുമെൻ്റാണ്. പഴമയുടെ അതും കൊളോണിയലിസവും ക്രിസ്ത്യാനിറ്റിയുടെ ഇതുമൊക്കെ ഡെപ്പിക്റ്റ് ആകുന്നുണ്ട് അതിനകത്ത്. ഹെറിറ്റേജ് ഓഫ് സെബു മോണ്യുമെൻറ്റിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഡീറ്റെയിൽസാണ് എഴുതിയേക്കുന്നത്. കൺസെപ്റ്റ്, ഡിസൈൻ, പ്ലാൻ ആൻഡ് ഓർഗനൈസേഷൻ 1996 കംപ്ലീഷൻ 97 to December 8, 2000. ഓക്കെ, ലൈറ്റ് അവിടെ നിന്ന് എടുത്താക്കിട്ട് ഡാർക്കായിട്ട് നൈറ്റ് കഴിക്കാൻ വന്ന അവിടെ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റാണ്. അവർക്ക് ബിൽഡ് യുവർ ഓൺ മീൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മഞ്ചൂരിയൻ കൊടുത്താൽ നമുക്കിങ്ങനെ റൈസ്, പിന്നെ ഓരോ മെയിൻ കോഴ്സ്, സൈഡ് ഡിഷൊക്കെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഡ്രിങ്ക് കൂടെ ഉള്ളതിലാണെങ്കിൽ 199, വിത്തൗട്ട് ഡ്രിങ്ക് ആണെങ്കിൽ 169. ആ ഓപ്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി റൈസ് വേണ്ടെന്നുള്ളത് ശാലം പറഞ്ഞു, അത്ര റൈസ് വേണ്ട. അപ്പം നമ്മുടെ കൊറിയൻ സാധനമാണ്. ഇന്നത്തെ കൊറിയൻ ലിമിറ്റഡ് ഡിന്നറാണ്. റൈസ്, 1 നോൺ വെജ്, പിന്നതാണ് 3 വെജ്, സൂപ്പ്, എല്ലാം കൂടെ 169. കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നാളെ നമുക്ക് കൊമോഡ്സ് ഐലൻഡിലേക്കുള്ള വീണ്ടും ഒരു ഫെറി ട്രിപ്പ് എടുക്കണം. അവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നു. നാളെ കഴിഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നു. അതോടുകൂടി ഫിലിപ്പൈൻസ് യാത്ര ഏതാണ്ട് പൂർത്തിയാവും. അപ്പോൾ കൊമോഡ്സ് ഐലൻഡിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.